नमस्ते, आप सभी को हमारे चैनल पर हार्दिक स्वागत। എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജായസിയുടെ പത്മാവതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ പത്മാവത് എന്താണ്? മലിക് മുഹമ്മദ് ജായസിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു രചനയാണ്, ഒരു പ്രേമാഖ്യാൻ രചനയാണ് പത്മാവത്. അപ്പോൾ പത്മാവതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അവധി ഭാഷയാണ്. പത്മാവതി വരുന്നത് കഹാനിയായിട്ട് വരുന്നത് ചിത്തൗഡ് കെ രാജ രത്നസേൻ और സിംഹൾദ്വീപ് കെ രാജകുമാരി പത്മാവതി കെ പ്രേം കാ വർണ്ണനാണ്. അപ്പോൾ ചിത്തൗഡിലെ രാജാവായിട്ടുള്ള രത്നസേനിൻ്റെയും സിംഹൾദ്വീപിലെ രാജകുമാരി പത്മാവതിയുടെയും പ്രേം കഹാനിയാണ് ഇതിൽ വരുന്നത്, പത്മാവതിൽ വരുന്നത്. അപ്പോൾ കഥാപാത്രങ്ങളായിട്ട് പത്മാവതി ഉണ്ട്, രത്നസേൻ ഉണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്? ഹീരാമൻ തോത്തിയുണ്ട്, രാഘവ് ചേതനുണ്ട്, നാഗ്മതി ഉണ്ട്, അലാവുദ്ദീൻ ഉണ്ട്. ഇവരൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. പിന്നെ പത്മാവത് എന്താണ്? ജായസിയുടെ കീർത്തി കാ ആധാർ സ്തംഭം മാനാ ഗയാ ഹൈ. അപ്പോൾ ജായസിയുടെ കീർത്തിയുടെ ഒരു ആധാർ സ്തംഭമാണ് പത്മാവത്. ये हिंदू और इस्लाम धर्म के समन्वय का जीता जागता चित्र है. അപ്പോൾ രണ്ട് ധർമ്മങ്ങളുടെ ഹിന്ദുവും ഇസ്ലാമും, അപ്പോൾ ഹിന്ദു മുസ്ലിം സമന്വയമാണ് ഇവിടെ നമുക്ക് ആ കഹാനിയിൽ കാണാൻ സാധിക്കുന്നത്. സാഹിത്യക് ദൃഷ്ടി സേ ഭി യേ മഹാൻ രചന മാനി ജാതി ഹെ. സാഹിത്യക് ദൃഷ്ടിയിലും ഇതെന്താണ്? ഒരു മഹത്തായ ഒരു രചനയാണ്. പിന്നെ പത്മാവത് എന്താണ്? ഹിന്ദി സാഹിത്യത്തിലെ ഒരു അൻമോൾ രത്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജായസി ने രത്നസേൻ और പത്മാവതി के लौकिक प्रेम कहानी को अनश्वर बनाया है. അപ്പോൾ രത്നസേൻ്റെയും പത്മാവതിയുടെയും ലൗകിക് പ്രേമത്തെ, ആ പ്രേമകഥയെ എന്താണ്? അനശ്വരമാക്കിയിട്ടുണ്ട്. हिंदुओं के बीच प्रचलित उस प्रेम कहानी के माध्यम से जैसी ने आत्मा परमात्मा के प्रेम की तीव्रता को व्यक्त की है. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചലിച്ച ആ ഒരു പ്രേം കഹാനിയിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? ആത്മാ പരമാത്മാക്ക് പ്രേം കി തീവ്രത, ആ ഒരു തീവ്രതയും അദ്ദേഹം വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. इस ग्रंथ का ऐतिहासिक महत्व भी है. कवि ने हिंदू और इस्लाम धर्म के समन्वय का नमूना प्रस्तुत कर दिया है. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു और ഇസ്ലാം ധർമ്മക്ക് സമന്വയമാണ് ഇതിലൊരു വലിയൊരു പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നത്. बाबर के शासनकाल की सहिष्णुता और सहानुभूतिशीलता के लिए ये बहुत बड़ा प्रमाण है. ഇപ്പോൾ ബാബറിൻ്റെ സമയത്തുള്ള ആ ഒരു സഹിഷ്ണുതയും സഹാനുഭൂതിശീലതക്കുള്ള ഒരു വലിയൊരു തെളിവാണ് ഇത്. പത്മാവത് രൂപക് അഥവാ സമാസോക്തി കാവ്യ കഹാ ഗയാ ഹെ. രൂപകാവ്യമെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഹിന്ദി കെ രഹസ്യവാദി പരമ്പര കെ കാവ്യോമേ യേ സർവ പ്രമുഖ മാനാ ഗയാ ഹെ. ഒരു രഹസ്യവാദി കാവ്യമായിട്ടും പത്മാവത് അറിയപ്പെടുന്നുണ്ട്. कवि ने भारत की काव्य परंपरा को पूर्ण रूप से अपना लिया. उन्होंने महाकाव्य के चिर प्रचलित नियम और तत्व का पालन किया है. नगर उद्यान, शैल सागर आदि के वर्णन सुंदर അനുപം ബൻ പടേ ഹെ. അപ്പോൾ എല്ലാ തത്വങ്ങളും എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് ജായസി പത്മാവത് എഴുതിയിട്ടുള്ളത് അല്ലേ. അത്രക്കും മനോഹരമായിട്ടുള്ള വർണ്ണനയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. बारहमास के चित्रण में कवि ने ऋतु परिवर्तन का सुंदर शब्द चित्र प्रस्तुत कर दिया है. അപ്പോൾ ബാരമാസ വർണ്ണനം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ഋതുപരിവർത്തനം, ഋതുക്കൾ മാറുന്ന ആ ഒരു ഋതുപരിവർത്തനവും നമുക്ക് നല്ലൊരു മനോഹരമായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സംയോഗിക്ക് അപേക്ഷ വിയോഗി തീവ്രത അധിക ഉഭർ ആയ ഹെ. അപ്പോൾ വിയോഗമാണ് ഇതിൽ മെയിനായിട്ട് കൂടുതലുള്ളത്. സംയോഗത്തിനെ കാട്ടിയും വിയോഗമാണ് ഇതിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. കഹിം കഹിം വർണ്ണൻ അത്യുക്തിപൂർവ് ഹോ ഗേ ഹെ ഫിർ കാവ്യ സൗന്ദര്യമേ കുച്ച് കമി നഹി ആയി. അപ്പോൾ എന്താണ്? അത്യുക്തിപൂർവ്വം ആയിക്കോട്ടെ, പക്ഷേങ്കിൽ കാവ്യസൗന്ദര്യത്തിൽ എന്താണ്? ഒരു കുറവും വരുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാ നിയമങ്ങളും എല്ലാ തത്വങ്ങളും പാലിച്ചുകൊണ്ട് ജായസി എഴുതിയിട്ടുള്ളതാണ് പത്മാവത്. പത്മാവതിൻ്റെ ഭാഷ അവധിയാണ്. ചന്തായിട്ട് വരുന്നത് ദോഹ ചൗപ്പായിയാണ് കേട്ടോ. ദോഹയും ചൗപ്പായിയാണ് ഇതിലെ ചന്തുകൾ. പിന്നെ
സമയം എന്ന് പറയുന്നത് നമ്മൾ 57 ഖണ്ഡങ്ങളായിട്ടാണ് പത്മാവത് വരുന്നത്. അപ്പോൾ പത്മാവതി സമയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പത്മാവത് ഓർക്കരുത്. കാരണം പത്മാവതി സമയം എന്ന് പറയുന്നത് പൃഥ്വിരാജ് രാസോയിലെ ഒരു ഭാഗമാണ്, ഒരു സമയമാണ്. അപ്പോൾ പത്മാവത് ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, 57 ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രതീകങ്ങളാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പത്മാവതി परम सत्ता का प्रतीक है, रत्नसेन मन का प्रतीक है, नागमती सांसारिक सुखों का प्रतीक है, सिंहदीप हृदय का प्रतीक है, अलाउद्दीन माया का प्रतीक है, हीरामन तोता गुरु का प्रतीक है, राघव छेदन शैतान का प्रतीक है, शरीर का प्रतीक कौन है? ചിത്തൗഡാണ് ശരീർ കാ പ്രതീകമായിട്ട് വരുന്നത് കേട്ടോ. രത്നസേൻ മൻ കാ പ്രതീക് ഹെ. പിന്നെ പത്മാവതി എന്താണ്? പരം സത്ത കാ പ്രതീക് ഹെ. അപ്പോൾ ഈ പ്രതീകങ്ങളൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പത്മാവതി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ JLT എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു മായ അലാവുദ്ദീൻ കിസ്കാ പ്രതീക് എന്ന്. മായ കാ പ്രതീക ഉത്തരം എഴുതിയിട്ട് PSC ഡിലീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ ഒരുപാട് ആൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതീകങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പ്രതീക് സമയം എന്താണ്? 57 ഖണ്ഡങ്ങളായിട്ടാണ് പത്മാവത് എഴുതിയിട്ടുള്ളത്. ഭാഷ്യ അവധിയാണ്, ചന്ദ്രദോഹ ചൗപ്പായിയാണ്, രത്നസേനും പത്മാവതിയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. നാഗ്മതിയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.